ഹായ് ഫ്രണ്ട്സ്, എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. നമുക്ക് ഇന്ന് ഈ മോഡലൊരു നൈറ്റി തയ്ച്ചെടുക്കാമേ. ഉണ്ടോ? സ്ലീവ്ലെസ്, അത് ബാക്ക് പ്ലെയിൻ ആണ് കേട്ടോ. ഫ്രണ്ടിൽ മാത്രമേ വെട്ടുള്ളൂ. നമുക്ക് തുടങ്ങാം. ഇപ്പോൾ വീഡിയോയിലേക്ക് പോകാം. ഇത് യോക്ക് പാർട്ടാണ്. ഞാൻ നൈറ്റി ഈ രീതിയിൽ വെട്ടുന്നതിൻ്റെ വീഡിയോ ഇട്ടിരുന്നതിന് മുമ്പേ, അതായത് 10 ഇഞ്ച് താഴ്ത്തിയാണ് ഇത് വെട്ടിയിരിക്കുന്നത്. യോക്ക് പാർട്ട് ഫ്രണ്ടിലെയാണ് കേട്ടോ. നമുക്ക് ആദ്യമേ ഒരു ക്രോസ് പീസ് വെച്ച് കഴുത്തടിച്ച് മറിക്കാം കേട്ടോ. ശ്രദ്ധിക്കുക, അകവും പുറവും നോക്കണം. ഓക്കെ, നമുക്കൊരു ക്രോസ് പീസ് ഇങ്ങനെ വെച്ച് നമുക്ക് ഈ കഴുത്തിൻ്റെ ഷേപ്പ് അടിച്ചെടുക്കാം കേട്ടോ. ഫസ്റ്റില് കഴുത്ത് യൂസ് ചെയ്യാണ്. ശ്രദ്ധിക്കുക, ഉണ്ടല്ലോ. ഇനി നമ്മൾ ചെയ്യേണ്ടത്, ഇവിടെ എല്ലാം ഇങ്ങനെ ഒരു ചെറിയ കട്ടിങ് കൊടുക്കുക കേട്ടോ. കട്ട് ചെറിയ കടി തുമ്പ് കൊണ്ട്, കത്രിയുടെ തുമ്പ് കൊണ്ട് ചെറിയ കട്ട് കൊടുക്കുക കേട്ടോ. അതിനുശേഷം നമുക്ക് ഇതിനെ ഈ പീസ് ഇങ്ങനെ വെച്ചിട്ട് ഒരു പ്രസ്സിങ് കൊടുക്കണം. ഒരു പ്രസ്സിങ് കൊടുക്കാം. റൗണ്ട് ഒന്ന് പ്രസ് ചെയ്തെടുക്കാം. ഈ പീസ് പ്രസ് ചെയ്തെടുത്തേ. ഇനി നമുക്ക് കുറച്ചങ്ങ് വെട്ടിക്കളയണം. ഉണ്ടോ? ഇത് ശകലം വീതി നിർത്തിക്കൊണ്ട് ബാക്കിയുള്ള ഭാഗം നമുക്ക് വെട്ടിക്കളയാം. ഇച്ചിരി വീതി നിർത്തിക്കൊണ്ട്. ഓക്കെ, അത് വെട്ടിക്കളഞ്ഞു. അതിനുശേഷം നമുക്കിവിടെ ലേസ് ഇതിങ്ങനെ ഉള്ളിലോട്ട് മടക്കുക കേട്ടോ. ഇങ്ങനെ ഉള്ളിലോട്ട് മടക്കി വെച്ചുകൊണ്ട് നമുക്കിതിന് ലേസ് പിടിപ്പിക്കാം കഴുത്തിന് കേട്ടോ. ഉണ്ടോ? ലേസ് ഈ രീതി വെച്ച് ഇങ്ങനെ ഉണ്ടോ, ഇങ്ങനെ തയ്ച്ചെടുക്കാം. ഉണ്ടോ? ഇങ്ങനെ നമുക്കായിട്ട് ഫിനിഷ് ചെയ്തെടുക്കാം. ശ്രദ്ധിക്കുക, കളച്ച് സാവകാശം തയ്ച്ചെടുക്കുക. നമ്മൾ സ്പീഡിലൊക്കെ തയ്ക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഷേപ്പ് പോകും, സ്റ്റിച്ച് വേറെ ഒരിടത്തൊക്കെ കയറി പോകും. അപ്പോൾ അതുകൊണ്ട് സാവകാശം നമുക്ക് ഈ കഴുത്ത് ഫിനിഷ് ചെയ്തെടുക്കാം. വളച്ച് ലേസ് ഇടിപ്പിച്ചു. ഓക്കെ, ഇനി എന്താ ചെയ്യുക? ഇനി നമുക്ക് ഇതിനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. അതായത് ഇച്ചിരി അകത്തി പ്രസ് ചെയ്യാൻ, ഇച്ചിരി അകത്തി ഒരു സ്റ്റിച്ചും കൂടി ഇട്ട് കൊടുക്കാം. ഉണ്ടോ? ശകലാകത്തി ഒരു സ്റ്റിച്ചും കൂടെ വളർത്തി കൊടുക്കണം. ചെറിയ അകത്ത് വളച്ച് പഠിപ്പിച്ചും കൂടെ അപ്പോൾ കഴുത്തിൻ്റെ കാര്യം ഏതാണ്ട് ഓക്കെ ആയി. ഓക്കെ, ഇനി നമുക്കിതിൻ്റെ താഴത്തെ പീസാണ് തയ്ക്കേണ്ടത്. നമുക്ക് താഴത്തെ പീസ് എടുക്കാം. കണ്ടോ? താഴത്തെ പീസ് ഒരു 3 ഇഞ്ച് വ്യത്യാസത്തിൽ ഞാനിവിടെ ഒരു കട്ട് കൊടുത്തിട്ടുണ്ട്. കണ്ടോ? 3 ഇഞ്ച് അവിടെ വെച്ചുകൊണ്ട് നമുക്ക് കുഞ്ഞു ഫ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാം. കണ്ടോ? സ്റ്റാർട്ടിങ് കൊച്ചു ഫ്ലീറ്റ്സ് കേട്ടോ.
നൈറ്റി കട്ട് ചെയ്ത് വീഡിയോ ചെയ്യുന്നതിന് മുമ്പ് ഇട്ടിരുന്നു. അതേ കട്ടിങ് തന്നെയാണിത് കേട്ടോ, ഒരു വ്യത്യാസമില്ല. പിന്നെ ബാക്ക് പീസ് നമ്മൾ കട്ട് ചെയ്യുന്നില്ലെന്നേ ഉള്ളൂ. ബാക്ക് പീസ് നമ്മൾ പ്ലെയിനായിട്ട് എടുക്കുക, സ്ലീവും ഇല്ല. ആ ഒരു വ്യത്യാസം മാത്രമേ ഇതിനുള്ളൂ കേട്ടോ. എടുത്താൽ മതി. ഓക്കെ, ഇപ്പുറത്തെ ആ കട്ടിങ് കട്ട് ചെയ്ത ആ പോയിന്റിൽ കൊണ്ടുവന്ന് ഫ്ലീറ്റ്സ് നിർത്തി. എന്നിട്ട് നമുക്ക് ഈ പാർട്ടൊന്ന് പിടിച്ച് നോക്കാം, കിട്ടുന്നുണ്ടോയെന്ന്, ഫിനിഷിങ് റെഡി ആണോ എന്ന് നോക്കാം. അറ്റം വരെ സ്റ്റിച്ച് കിട്ടുന്നുണ്ടോയെന്ന്. ഓക്കെ, കിട്ടുന്നുണ്ടല്ലോ. അപ്പം നമുക്ക് എന്ത് ചെയ്യണം, ജോയിൻറ്റ് ചെയ്ത് വയ്ക്കാം കേട്ടോ. ഇങ്ങനെ ടോപ്പ് പാർട്ടും താഴത്തെ പീസും കൂടെ ജോയിൻറ്റ് ചെയ്താണ് ചെയ്യുന്നത് കേട്ടോ. ജോയിൻറ്റ് ചെയ്തെടുക്കുക. യോജിപ്പിച്ചിട്ടുണ്ട്, ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ യോക്ക് പാർട്ട് ഇങ്ങനെ അതിൻ്റെ നല്ല വശത്തുകൂടി ഒരു പ്രസ് ചെയ്ത് കൊടുക്കാം. പ്രസ്സിങ് കൂടെ കൊടുക്കാം കേട്ടോ. ഓക്കെ ആയി. ഫ്രണ്ട് പീസിൻ്റെ പണി തീർന്നു കണ്ടോ. ഇത്രയേ ഉള്ളൂ ഫ്രണ്ട് പീസിൻ്റെ പണി. ഇനി ബാക്ക് പീസാണ്. ബാക്ക് പീസ് കണ്ടോ, പ്ലെയിനായിട്ട് വിട്ടിരിക്കുകയാണ് കണ്ടോ. ചെറിയൊരു ഷേപ്പ് എടുത്ത്, ചെറിയതായിട്ടൊരു ഷേപ്പൊക്കെ കൊടുത്ത് പ്ലെയിനായിട്ടാണ് വിട്ടിരിക്കുന്നത്. ഞാനവിടെ കട്ട് ചെയ്തിട്ടില്ല. യോക്ക് പാർട്ടിൻ്റെ കട്ട് ബാക്കിലില്ല കേട്ടോ. അത് ആ കൊമ്പുറവ് നോക്കി നല്ല വശവും കൂടെ നമുക്ക് യോജിപ്പിക്കാം, ജോയിൻറ്റ് ചെയ്തെടുക്കാം. ദേ കണ്ടോ, 1/4 ഇഞ്ച് തയ്യൽ തുമ്പ് ഇങ്ങോട്ട് തള്ളിയിടണം കേട്ടോ. യോജിപ്പിച്ചെടുക്കാം. ഓക്കെ, അടുത്ത ഷോൾഡറും കൂടെ യോജിപ്പിക്കാം. തയ്യൽ തുമ്പ് തള്ളിയിട്ട് ജോയിൻ ചെയ്തെടുക്കാം കേട്ടോ. ഓക്കെ ഉണ്ടോ. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്, ഇതിന് ഷേപ്പ് വെച്ച് അടിക്കണം. ഷേപ്പ് വെച്ച് അടിക്കാം കണ്ടോ. ഈ തയ്യൽ തുമ്പുണ്ടല്ലോ, തള്ളിയിട്ടിരിക്കുന്ന തയ്യൽ തുമ്പിലേക്ക് ഒരു ക്രോസ് പീസ് എടുത്ത് നമുക്ക് അടിച്ച് ഉള്ളിലോട്ട് മറിക്കാനാണിത് കേട്ടോ. അടിക്കാം കണ്ടല്ലോ. നമുക്ക് ഉള്ളിലോട്ട് മറിക്കാനുള്ള പീസാണ്. ഓക്കെ, അതുമായി ഇനി നമ്മൾ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ചുറ്റിനും കണ്ടോ, ഷേപ്പ് കിട്ടാൻ വേണ്ടി. കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഈ പീസ് ഉള്ളിലോട്ട് മടക്കുക കണ്ടോ. ഒരു വീതി, ഒരു ചെറിയ വീതിയിൽ അവിടെ മേളൊരു പീസ് പ്രസ്സിങ് കൊടുക്കാം കേട്ടോ. ഒരു പ്രസ്സിങ് മേളിൽ കൊടുക്കാം. അടുത്തായിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണ്, ഇതെല്ലാം ഒന്ന് തുമ്പ് കറക്റ്റ് ചെയ്യുക. പിന്നെ ഈ ഇങ്ങോട്ട് കൂടുതൽ കിടക്കുന്ന പീസ് നമ്മൾ വെട്ടി മാറ്റണം. അത് കത്രികയുടെ തുമ്പ് മെയിൻ പീസിലൊന്നും കൊള്ളരുത്. ആ രീതിയിൽ നമ്മൾ കത്രിക കടത്തി ബാക്കിയുള്ള പീസ് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. ഓക്കെ, അതിനുശേഷം ഇനി എന്നാണ് ചെയ്യേണ്ടത്, ഇത് കണ്ടോ,
നമ്മൾ ഈ മടക്കി അടിച്ച ഈ ക്രോസ് പീസ് ഈ പീസിലോട്ട് ഇത് ഈ രീതിയിൽ വെക്കുക. കണ്ട, ഈ രീതിയിൽ വെക്കുക. വെച്ചിട്ട് ഷോൾഡറായിട്ട് യോജിപ്പിക്കുക. ഓക്കെ, ഇവിടെയും അതുപോലെ തന്നെ കണ്ട, ഷോൾഡറായിട്ട് ജോയിൻ ചെയ്യുക. കണ്ട, ശരിയായി. ഇനി നമ്മളെന്താ ചെയ്യാൻ പോകുന്നത്? ഇതിനെ ഈ രീതി അകത്തോട്ടാക്കുക. അതായത് ഈ വരുന്ന തുമ്പൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയണം. ഇനി നമുക്ക് കണ്ടോ, ഈ പീസ് ഉണ്ടല്ലോ, ബാക്ക് പീസ് നമ്മൾ അടിച്ചു മറിച്ച പീസ് ഷോൾഡറിനോട് ജോയിൻറ്റ് ചെയ്തിരിക്കുകയല്ലേ, ആ പീസ് നമുക്കിങ്ങനെ ഉള്ളിലോട്ട് എടുക്കാം. കണ്ട ഈ രീതിയിൽ ഉള്ളിലോട്ട് എടുത്ത് ബാക്ക് പീസിലോട്ട് ചേർത്ത് അടിക്കാം. കണ്ടോ, കഴുത്ത് അടിച്ചു കൊണ്ടുവരാം. റൗണ്ട് ചെയ്ത് അടിച്ചെടുക്കാം. അപ്പോൾ എൻ്റെ ചാനലൊന്ന് ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഉണ്ടോ, ഇങ്ങനെ വേഗം അടിച്ചെടുക്കാം. അപ്പോൾ ബാക്കിലെ കഴുത്തും ഫിനിഷിങ് ആയേ. കഴുത്ത് നമ്മൾ അടിച്ചെടുത്തു. ഇനി നമ്മളെ കൈയാണ്, സ്ലീവ്ലെസ് അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, അവിടെ ഒരു ക്രോസ് പീസ് വെച്ച് ഉള്ളിലോട്ട് അടിച്ച് ആ കൈയുടെ ഭാഗവും ഫിനിഷ് ചെയ്തെടുക്കാം. ഒരു ക്രോസ് പീസ് വെച്ചെടുക്കുക, അടിക്കുക. കണ്ടോ, കൈയുടെ പുറമെ വെച്ച് അടിച്ച് ഇതിലേ നമുക്ക് ഉള്ളിലോട്ടാക്കാം. കേട്ടല്ലോ, ഇതുപോലുള്ള നൈറ്റിയൊക്കെ നമുക്ക് പെട്ടെന്ന് തയ്ച്ചെടുക്കാം. ഇതൊരു കടയുടെ ഓർഡറാണ്. കണ്ടോ, എന്നിട്ട് ഇത് കുഞ്ഞു കുഞ്ഞ് കട്ട് കൊടുക്കാം. കണ്ടോ, കത്രികയുടെ തുമ്പ് വെച്ച് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് അറ്റം വരെ കൊടുക്കാം. അപ്പോൾ നമുക്ക് ശരിക്കും ചുളുക്കമില്ലാതെ കിട്ടും. കണ്ടോ, ഇത് നമുക്ക് എന്ത് ചെയ്യണം, ഇതേ രീതി തന്നെ നമ്മൾ ബാക്ക് പീസ് ചെയ്തതുപോലെ തന്നെ കണ്ട, കഴുത്തിന് ചെയ്തതുപോലെ തന്നെ കണ്ട, ഇങ്ങനെ ഈ വീതി കണ്ട മടക്കിയെടുക്കുക. കണ്ട, മടക്കിയെടുത്ത് പ്രസ് ചെയ്യുക. അതിൻ്റെ മുകളിൽ കൂടെ പ്രസ് ചെയ്യുക നമ്മൾ. കണ്ട, അപ്പോൾ കഴുത്തും കൈയും റെഡി ആക്കിക്കൊണ്ട് കേട്ടോ. ഓക്കേ, മുകളിൽ കൂടെ നമ്മൾ പ്രസ് ചെയ്ത് തീർന്നു. ഇതിലേക്ക് എത്തുകയാണ്. ശേഷം എന്ത് ചെയ്യുക, ഉള്ളിലിട്ടുള്ള പീസ് പൈ പീസ് ചെയ്തതുപോലെ തന്നെ കണ്ടോ കട്ട് ചെയ്തെടുക്കുക. കണ്ടോ, ഉള്ളിലോട്ട് തള്ളി നിൽക്കുന്ന പീസ് കട്ട് ചെയ്തെടുക്കുക. മെയിൻ പീസ് കൊള്ളരുത്, അത്രയെ കടത്തി ഈ രീതി കട്ട് ചെയ്തെടുക്കുക. കണ്ടോ, ഉണ്ടോ, ഓക്കെ. ഇത് നമുക്ക് ഉള്ളിലോട്ടാക്കി പ്രസ് ചെയ്തെടുക്കാം കേട്ടോ. പ്രസ് ചെയ്തില്ല, അടിച്ചെടുക്കാം. ഉള്ളിലോട്ടാക്കി മടക്കി ആ പീസ് അടിച്ചെടുക്കാം കേട്ടോ.
തീരുമാനമായി. ഓക്കെ, സ്ലീവില്ലാത്ത കൈ കണ്ടോ, നോക്കിയേ, ഫിനിഷിങ് കണ്ടോ. അപ്പോൾ അടുത്ത പീസും ഞാൻ അങ്ങനെ ചെയ്തെടുക്കട്ടെ കേട്ടോ. അടുത്ത കൈക്കുഴി കണ്ടോ. അപ്പോൾ അടുത്ത കൈക്കുഴി ഫിനിഷ് ചെയ്തെടുക്കട്ടെ. ഇതിനൊരു 10 ഇഞ്ച് അടയാളത്തിൽ കൈക്കുഴി അടിച്ചെടുക്കാം. 10 ഇഞ്ച് ഇവിടെ നിന്നിട്ടുള്ള അളവ് കേട്ടോ, കൈക്കുഴിയുടെ 10 ഇഞ്ച്. ഓക്കെ, നമുക്കിങ്ങനെ അടിച്ചെടുക്കാം. ബാക്ക് പീസിന് അധികം ഷേപ്പൊന്നുമില്ല കേട്ടോ. കാര്യം വെച്ചാൽ ഫ്രണ്ടിൽ ഫ്ലീറ്റ്സ് കിടക്കുന്ന കാരണം ബാക്കിൽ നമുക്ക് അധികം ഷേപ്പ് എടുക്കാൻ പറ്റില്ല കേട്ടോ. നമുക്ക് ഇങ്ങനെ അങ്ങോട്ട് അടിച്ചെടുക്കാം താഴോട്ട്. താഴെ നമ്മൾ ഒരേ ലെവലിൽ അടിച്ചെടുക്കണം, അല്ലെങ്കിൽ കുത്തിക്കിടക്കും. സൈഡ് കൊണ്ട് താഴ്വശം സൈഡ് കൊണ്ട് കുത്തിക്കിടക്കും. നമുക്ക് ഒരേ ലെവലിൽ അടിച്ചെടുക്കണം കേട്ടോ. താഴെ വെച്ചിട്ടോട്ട് ദേവാ ദേവാ രണ്ട് സ്റ്റിച്ചാണ്. ഞാൻ ഇട്ടോളാം കേട്ടോ. ഇപ്പുറത്തെ വശത്തും കൂടെ അടിച്ചെടുക്കാം. ഷോൾഡർ കറക്റ്റ് പിടിച്ച് നമുക്ക് ആ 10 ഇഞ്ച് അടയാളം ചെയ്യാം. ഈ കൈക്കുഴി എടുത്ത് നോക്കിയാൽ മതി. അപ്പോൾ 10 ഇഞ്ച് കറക്റ്റ് കിട്ടും കണ്ടോ. ഓക്കെ, കണ്ടോ, അവിടെയും കിട്ടും കറക്റ്റ് കൈക്കുഴി. അപ്പോൾ അതും ഇങ്ങനെ അടിച്ചെടുക്കുക. ഒരു നൈറ്റ് തീർന്നോ? ഇത്രയേ ഉള്ളൂ. ഈ കടയിൽ നിന്നുള്ള മോഡൽ നൈറ്റികൾ വരുമ്പോൾ ഞാൻ വീഡിയോ ചെയ്തിട്ട് കടയിലെ തയ്യലിലാണ് മോഡൽ നൈറ്റികൾ വരുന്നത്. അപ്പം ഞാൻ നൈറ്റിയുടെ വീഡിയോ ചെയ്യാം കേട്ടോ. ഇനിയിപ്പോൾ താഴ്വശം അടിച്ചെടുത്താൽ മതി. താഴ്വശം മടക്കി അടിച്ചാൽ മതി. ഡബിൾ സ്റ്റിച്ചിട്ട് താഴ്വശം അടിച്ചെടുക്കുക. ഇവിടെ ഒരു സ്റ്റിച്ചും കൂടെ കൊടുക്കണം രണ്ട് ഭാഗത്തും. താഴ്വശം മടക്കി അടിക്കുക. ഈ നൈറ്റിയുടെ പണി തീർന്നു കണ്ടോ. ഇത്രയുള്ള നൈറ്റിയുടെ കാര്യം മനസ്സിലായല്ലോ. താഴ്വശം മടക്കി അടിക്കുന്നതൊന്നും കാണിക്കണ്ടല്ലോ. അപ്പോൾ നൈറ്റിയുടെ വീഡിയോ തീർന്നു. പിന്നെ അകവശമാണ് കേട്ടോ. പുറത്തുള്ളത് ഭാഗം ഞാൻ കാണിച്ചുണ്ട്. വേറെ നൈറ്റിയുടെ കാണിച്ച ആദ്യത്തെ വീഡിയോയുടെ ആദ്യം തന്നെ കാണിച്ചതല്ലേ. ഇതുണ്ടോ, ഇതാണ് പുറം കണ്ടോ. ഇത് അകവശമാണ് കേട്ടോ. സൂപ്പർ നൈറ്റി അല്ലേ. അപ്പം എല്ലാവർക്കും ഇങ്ങനെയുള്ള നൈറ്റികൾ തയ്ക്കാൻ പഠിക്കുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. സബ്സ്ക്രൈബ് ചെയ്യണേ പ്ലീസ്. ടാറ്റാ.